+2 ഫലം പ്രസിദ്ധീകരിച്ച് ഒരു മാസം കഴിഞ്ഞു. പക്ഷേ പുനർമൂല്യനിർണ്ണയത്തിലെ ഫലം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതോടെ ഡിഗ്രി അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിൽ വിദ്യാർത്ഥികൾ ആശയക്കുഴപ്പത്തിലാണ്. ഇതിനോടകം കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ ഡിഗ്രി കോഴ്സിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനത്തിലെ പോരായ്മകളാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നാണ് പരാതി. ചെറിയ ശതമാനം മാർക്ക് കുറവായതിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാൻ അവസരം ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് അധികവും പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നത്. എന്നാൽ മൂല്യനിർണ്ണയം നടത്തി പുതിയ ഫലം പുറത്തു വരാതായതോടെ പല വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷകൾ കൂടിയാണ് ഇല്ലാതാവുന്നത്. കഴിഞ്ഞ മെയ് 21-നാണ് സംസ്ഥാനത്തെ +2 ഫലം പ്രസിദ്ധപ്പെടുത്തിയത്. തുടർന്ന് അടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് പുനർമൂല്യനിർണ്ണയത്തിന് ഡയറക്ടർ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതോടെയാണ് ഡിഗ്രി അടക്കം ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേർന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ആശങ്കയിലായത്. ഞാനിപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. കോളേജിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. നിസ്സാരമായ മാർക്കിനാണ് ഞാൻ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിക്കാതിരുന്നത്. റീവാലുവേഷൻ ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റീവാലുവേഷൻ താമസിച്ചാണ് തുടങ്ങിയിരിക്കുന്നതെന്നും അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്നാണ്. ഇതിനോടകം കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കലാലയങ്ങളിൽ ഡിഗ്രി കോഴ്സിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അഡ്മിഷൻ ആരംഭിക്കുകയും ചെയ്തു. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ജൂൺ 25-ന് പ്രസിദ്ധീകരിച്ച് ജൂലൈ 1-ന് ക്ലാസുകൾ ആരംഭിക്കുന്ന നിലയിലാണ് കേരള യൂണിവേഴ്സിറ്റി തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. എന്നാൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകിയ കുട്ടികൾ മാർക്ക് കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ഇത് ചെവിക്കൊള്ളാതെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന ആക്ഷേപമാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ളത്. എന്നെപ്പോലെ നിരവധി പേർ റിവാലുവേഷൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരായിരിക്കും, അവർക്ക് ആഗ്രഹിച്ച കോളേജിൽ കിട്ടാൻ. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പേ പബ്ലിഷ് ചെയ്ത എന്നെപ്പോലുള്ള എല്ലാവർക്കും അതിൻ്റെ അവസരം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പുനർനിർണ്ണയത്തിലെ ചെറിയ മാർക്കുകൾ പോലും കൂടിയാൽ ഇഷ്ടപ്പെട്ട കോളേജുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ ഇതോടെ നിരാശയിലാണ്. പുനർനിർണ്ണയ ഫലം വൈകി പ്രസിദ്ധീകരിക്കുന്നതോടെ വിദ്യാർത്ഥികൾക്ക് കിട്ടാവുന്ന അവസരങ്ങളാണ് നഷ്ടമാവുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനത്തിലെ പോരായ്മകളാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ് പരാതി. അതേസമയം ഈ മാസം അവസാനത്തോടെ +2-ന്റെ പുനർനിർണ്ണയ ഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെയും അർഹിക്കുന്ന അവസരം നഷ്ടമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ +2-ന്റെ പുനർനിർണ്ണയ ഫലം എത്രയും വേഗം പ്രസിദ്ധീകരിക്കണം. അല്ലെങ്കിൽ അതുവരെ ഡിഗ്രിയുടെ പ്രവേശന നടപടികൾ നിർത്തിവെക്കണം. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിബാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. +2-ന്റെ പരീക്ഷാഫലം വന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി വളരെ പ്രതീക്ഷയോടുകൂടി എഴുതിയ ഒരു പേപ്പറിന് അവർ അർഹിക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടാതെ വരുമ്പോഴാണ് അവർ റീവാലുവേഷന് കൊടുക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിലൂടെ കിട്ടുന്ന മാർക്കിൽ അവർ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ, ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിക്കാനുള്ള അവസരമൊക്കെയാണ് അവർ അതിലൂടെ പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് ഇത് കൃത്യമായ സമയത്ത് കിട്ടുന്നില്ല എന്ന് വിദ്യാർത്ഥികളുടെ പരാതി വരുന്നു. അതിനു മുൻപ് തന്നെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി പോകുന്നു. അപ്പോൾ ഇവരെന്തിനാണ് റീവാലുവേഷന് കൊടുത്തത്? അതിനൊരു ഫലവും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ഈ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം വളരെ ന്യായമാണ്. വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ മാസം അവസാനത്തോടു കൂടി ഈ +2 പരീക്ഷാ ഫലം വന്ന ശേഷമുള്ള അതിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് കൂടി വരുമെന്നാണ്. ഏതായാലും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ആത്മാർത്ഥമായും വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ റീവാലുവേഷൻ റിസൾട്ട് കൊണ്ട് അവർക്കൊരു ഫലവും ഇല്ലാതായി മാറും.